ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എത്രയാണ് നമുക്ക് റവന്യൂ എല്ലാം യൂട്യൂബിൽ നിന്നും വരിക എന്നതിനെക്കുറിച്ചെല്ലാം അറിയുന്നതിന്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോർട്സ് ചാനലെല്ലാമാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എത്രത്തോളം എല്ലാം എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു റവന്യൂ ഇത് എത്രത്തോളമാണ്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ തന്നെ ആയിരിക്കില്ല മറ്റൊരു ചാനലിൽ ഇതേ വ്യൂസ് എല്ലാം ഉള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. പല ഫാക്ടേഴ്സിനെ എല്ലാം അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഈ റവന്യൂ എല്ലാം വരുന്നത്. അതായത് നമ്മുടെ വ്യൂസ്, ഏത് രാജ്യത്തിൽ നിന്നാണ് നമുക്ക് വ്യൂസ് എല്ലാം വന്നിരിക്കുന്നത്, അതുപോലെ നമ്മുടെ അഡ്വർടൈസേഴ്സിലുള്ള ഡിഫറൻസ്, ഇങ്ങനെ RPM CPM ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നമുക്ക് റവന്യൂ എല്ലാം ലഭിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്തതിൽ നിന്നും എനിക്ക് ലഭിച്ചിരിക്കുന്ന റവന്യൂ എല്ലാമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് 41,000 വ്യൂസ് എല്ലാം ഉള്ള ഒരു ഷോർട്സ് വീഡിയോ ആണ്. ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഇതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം ചെയ്തതിൽ നിന്നും എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് $0.59 എല്ലാമാണ്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ എല്ലാം നോക്കാം. ഇപ്പോൾ എനിക്ക് ടോപ്പായി വന്നിരിക്കുന്ന, അതായത് 9 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് എല്ലാം വന്നിരിക്കുന്ന ഒരു ഷോർട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്സിൻ്റെ ഇതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് $8.52 എല്ലാമാണ്. അപ്പോൾ $8.52 ഇത് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ 9 ലക്ഷം വ്യൂസിന് എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് ഇത് എൻ്റർ ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എല്ലാം കാണാം. ഇനി അതുപോലെ അടുത്തതായി 58,000 വ്യൂസ് എല്ലാമുള്ള ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ഏകദേശം റവന്യൂ എത്രയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് $0.64 എല്ലാമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 50,000 വ്യൂസ് എല്ലാമുള്ള മറ്റൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് $1.31 എല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് നമുക്ക് ഈ ഒരു ഷോർട്സിലെല്ലാം വന്നിരിക്കുന്ന റവന്യൂ എല്ലാം വരുന്നത്. ഇനി അതുപോലെ 50,000 വ്യൂസ് ഉള്ള 2 ഷോർട്സ് വീഡിയോ എല്ലാം ഞാൻ എടുത്ത് ഇതിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഷോർട്സിൽ, അതായത് 50,000 വ്യൂ ഉള്ള ഒരു ഷോർട്സിൽ എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ $1 കുറവെല്ലാമാണ്. എന്നാൽ ഇനി ഇതേപോലെ 50,000 വ്യൂ ഉള്ള മറ്റൊരു വീഡിയോ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് $1.5 എല്ലാമാണ്. പലവിധ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ റവന്യൂ എല്ലാം ഫിക്സ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഏകദേശം നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഒരു റവന്യൂ, അതായത് ഷോർട്സ് എല്ലാം നമ്മൾ ഇതുപോലെ 1 മില്യൺ വ്യൂസ് എല്ലാം വരുമ്പോൾ ഏകദേശം എത്രയെല്ലാം ലഭിക്കുമെന്നെല്ലാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ എല്ലാം ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്